ഒരിടത്ത് ഒരു ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു. വലിയ തടിയനായിരുന്നു അവൻ. ഒരുപാട് ഭക്ഷണം കഴിക്കും. പുല്ല്, വെള്ളത്തിനടിയിലുള്ള ചെടികള്, ഇതൊക്കെയാണ് അവന്റെ ഭക്ഷണം. ഇടയ്ക്ക് ഇറച്ചി തിന്നണമെന്ന് തോന്നുമ്പോ ഈ ചത്തു കിടക്കുന്ന ജീവികളെയൊക്കെ തിന്നും. എന്നാൽ മുഖ്യമായിട്ടും അവന്റെ ഭക്ഷണം പുല്ലായിരുന്നു. പകൽ അവന് ചൂട് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് അവൻ പകല് വെള്ളത്തിൽ ഇറങ്ങി കിടക്കും, ആ കാട്ടിലുള്ള ഒരു ആറ്റില്. അങ്ങനെ രാത്രിയാവുമ്പോ പതുക്കെ ഇറങ്ങും പുല്ല് തിന്നാൻ. ഒരിടമല്ല, ഒരുപാട് സ്ഥലത്ത് മേയും. കിലോ കണക്കിന് പുല്ല ഒരു ദിവസം തിന്നുന്നേ. ഇത് പക്ഷെ രാത്രിയില. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹിപ്പോപ്പൊട്ടാമസിന് ഒരു ആഗ്രഹം തോന്നി. അവൻ വനദേവതയോട് ചോദിച്ചു, ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങിക്കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതെനിക്ക് മാത്രം. അവിടെ മീനോ മറ്റു ജീവികളോ ഒന്നും പാടില്ല. പിറ്റേ ദിവസം മുതല് ഹിപ്പോപ്പൊട്ടാമസ് ആറിന്റെ ഒരു ഭാഗം സ്വന്തമായി എടുത്തു. വെള്ളത്തിൽ ഫുൾ ടൈം ഇറങ്ങിക്കിടന്നു. ഒരു ജീവിയില്ല ശല്യപ്പെടുത്താൻ. മീനില്ല, നീർനായില്ല, തവളയില്ല, കാമാൻ കോയിൽ. അവനിരിക്കുന്ന ഭാഗത്ത് വെള്ളം കുടിക്കാൻ പോലും ഒരു ജീവി വന്നില്ല. രാത്രിയായി. ആശാൻ പതിവ് പോലെ പുല്ല് മേയാൻ ഇറങ്ങി. ഇച്ചിരി മേഞ്ഞപ്പോഴത്തേനും ഒരു കടുവ വന്നു പറഞ്ഞു, ഇറങ്ങിപ്പോടാ എന്റെ സ്ഥലത്ത് നിന്ന്. ഹിപ്പോപ്പൊട്ടാമസ് ഇങ്ങനെ നോക്കി. എന്നിട്ട് അവൻ കുറച്ചുകൂടി ദൂരെ പോയി. അവിടെ മേഞ്ഞോണ്ടിരുന്നപ്പം ഒരാന വന്നേച്ച് തുമ്പിക്കൈ വെച്ച് ഒറ്റയടി, ഇറങ്ങടാ എന്റെ സ്ഥലത്തെന്ന് പറഞ്ഞു. എന്തോ പന്തികേട് ഹിപ്പോപ്പൊട്ടാമസിന് തോന്നി. കുറച്ചുകൂടി മുമ്പോട്ട് പോയി. ആണ്ട് റൈനോസറസ് വന്ന് പറയുന്നു, ഇറങ്ങടാ എന്റെ സ്ഥലത്തുനിന്ന്. അപ്പോഴാണ് ഹിപ്പോപ്പൊട്ടാമസിന് കാര്യം മനസ്സിലായത്. എനിക്ക് തന്നോലെ വനദേവത ഓരോ ജീവികൾക്കും കൊടുത്തു സ്ഥലം സ്വന്തമായിട്ട്. ഇനി എനിക്ക് പുല്ല് തിന്നണമെങ്കിൽ ആരുടെയൊക്കെയോ അനുവാദം വേണം. ഹിപ്പോപ്പൊട്ടാമസ് പോയി വനദേവതയോട് പറഞ്ഞു, എനിക്ക് പഴയ പോലെ എല്ലാം ആക്കി തരാവോ പ്ലീസ്. വനദേവത പറഞ്ഞു, ഇപ്പൊ നിനക്ക് മനസ്സിലായോ പ്രശ്നം എന്താന്ന്? അവനവനെ പറ്റി മാത്രം ചിന്തിച്ചാൽ പോരാ, മറ്റുള്ളവരെ കുറിച്ചും ചിന്തിക്കണം. ഹിപ്പോപ്പൊട്ടാമസ് കാര്യം മനസ്സിലായി. അവൻ നാണിച്ച് വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഹിപ്പോപ്പൊട്ടാമസ് അച്ഛൻ ചെന്നു. എല്ലാ ജീവികളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാം പഴയ പോലെയായി. ബൈ.